ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള വെറൈറ്റി സ്നാക്കാണ് കേട്ടോ, ഷവർമ കൊട്ടയപ്പം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 350-400 ഗ്രാമോളം ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മസാല വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് അളവിൽ ക്യാബേജും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുക്കുമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യട്ടെ. ഇതിലുള്ള വെജീസൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തൊക്കെ ചെയ്യുക അളവിൽ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നിങ്ങൾ ചിക്കൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് മാറ്റം വരുത്തിക്കോളെ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനും വെജീസൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുള്ളത് നോർമൽ മസാല തന്നെയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി നല്ലപോലെ വേവിച്ചതിന് ശേഷം കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു കൊട്ടയപ്പമല്ലേ, അപ്പോൾ കൊട്ട റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ നമ്മുടെ കൊട്ട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിത് 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയെടുക്കണം കേട്ടോ. കുഴച്ചിട്ട് നമ്മൾ ഇറച്ചി പത്തിരിയൊക്കെ ഷീറ്റ് പരത്തി എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ കുഴക്കേണ്ടത് മാവ്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ പലർക്കും സംശയം ഉണ്ടാവില്ലേ, ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൈദയുടെ ആ ഒരു ടേസ്റ്റ് അത്രക്കങ്ങ് വരില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കണ്ടില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിരുന്ന് ഓവർ ലൂസായി പോകണ്ട കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു മാവിൽ നിന്നൊരു ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ ചെറിയ പൂരിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ, അതുപോലത്തെ കുഞ്ഞു ബോൾ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ പൊടി അങ്ങ് തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചെറിയ പൂരിയുടെ ആ ഒരു വലുപ്പത്തിൽ മാത്രം പരത്തിയെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു പരത്തിയെടുക്കുന്ന പൂരിയില്ലേ, ഈ ഷീറ്റ്, അത് ഓവർ കട്ടിയാവണ്ട കേട്ടോ. കുറച്ച് നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് കടിച്ച് തിന്നുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സോ ഒരു സ്റ്റീൽ കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇളകി പോകാത്ത രീതിക്ക്. കാരണം നമുക്കിതിങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊട്ടയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടറോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കൊട്ടയുടെ മുകൾ ഭാഗം നല്ല ഷേപ്പിൽ ഒരേ ലെവലിൽ കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, സ്റ്റീലിൻ്റെ ഏത് ടൈപ്പ് ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല. നമുക്കിത് എണ്ണ തടവിയിട്ട് തന്നെ ഫസ്റ്റത്തത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ എണ്ണ തടവേണ്ട ആവശ്യമില്ല, കാരണം ഫ്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊട്ടയുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കപ്പിന് ഒരു പ്രത്യേകത കാണുന്നുണ്ടാവില്ലേ, കപ്പിനൊരു പിടിയില്ലേ നീളത്തിലുള്ള, അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിവിടെ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ആ ഒരു കപ്പിൻ്റെ അടിഭാഗത്ത് ചൂട് തട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് ഇളകി വരും കേട്ടോ. ഈ ഒരു കൊട്ട എണ്ണയിലേക്ക് ഓട്ടോമാറ്റിക് ഇളകി വരും. ചില സമയത്ത് അഥവാ ഇളകാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കപ്പിന് എണ്ണ കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. ഒന്നങ്ങ് ഫ്രൈ ആകുന്ന സമയത്ത് എൻ്റെതിപ്പോൾ ഓട്ടോമാറ്റിക് ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് ഇളകി വരുന്നുണ്ട്.
അത് എണ്ണയിൽ നല്ലോണം ഫ്രൈ അടിഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇളകും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇനിയിപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കപ്പിന് പിടി കണ്ടില്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുക്കുന്ന ചെറിയ കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാ പിടി തന്നെ. അപ്പോൾ ഒരു ദിവസം പൊട്ടിയ സമയത്ത് അതങ്ങനെ നീളത്തിലാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഈ കൊട്ടയപ്പം ചുടുന്നത് കൊണ്ട് എന്തായാലും ഒരു കപ്പ് ആവശ്യമാണല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ഒരു കൊട്ടയപ്പത്തിന്. അതുകൊണ്ട് തന്നെ നല്ല പിടിച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഗ്യാസുമെന്ന് പാത്രമൊക്കെ ഇറക്കിയിട്ട് പിടിക്കുന്ന സംഭവമില്ലേ, പ്ലക്കർ എന്ന് പറയുമല്ലേ, ആ സംഭവം ഉണ്ട് എല്ലാവരുടെയും ഉണ്ടാവില്ല. അത് എടുത്തിട്ട് ഗ്ലാസ് ഇങ്ങനെ ഇറക്കി പിടിച്ചാൽ മതി കേട്ടോ എണ്ണയിൽ ഇതുപോലെ കൊട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിനെക്കൊണ്ട് ഈസി ആയിട്ട് പറ്റും. നിങ്ങൾ കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും എണ്ണയിൽ തട്ടുന്ന രീതി. ഇതിങ്ങനെ പൊങ്ങി കളിക്കാനായിട്ട് ചെയ്യുക. എണ്ണയിൽ നിന്ന് കൊട്ടയല്ലേ, വെയിറ്റ് കുറവുള്ളതല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓരോ സൈഡിൽ ക്രിസ്പായി കളർ മാറി കിട്ടുന്നവരെ, ഒന്ന് ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇത് നമ്മുടെ കൊട്ട മൊത്തത്തിലായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയധികം കൊട്ട കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കപ്പിൻ്റെ അടിയിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ എന്തായാലും കപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതിന് നമുക്ക് ഫില്ലിങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല. അതിൽ നമ്മൾ മയോണീസ് ആക്കിയിട്ടില്ലല്ലോ, അത് ലാസ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. കാരണം മയോണീസ് മുന്നേ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ആക്കണ്ട. അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള മയോണീസ് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നോക്കി ഇട്ട് കൊടുക്കണം. കാരണം ഓവർ ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതന്നെ ഇപ്പോൾ 2 വലിയ സ്പൂണാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തിക്ക് മയോണീസ് തന്നെ എടുക്കണേ പ്രത്യേകം. മയോണീസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി കുറേ തവണ കാണിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫില്ലിങ്ങിൽ ആദ്യം തന്നെ കൊട്ടയിലേക്ക് കുറച്ച് മയോണീസ് ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. കൊട്ടയുടെ എല്ലാ സൈഡിലാക്കിയിട്ട് ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിൽ ഇട്ടതാണ്. എന്നിട്ട് കെച്ചപ്പ് ഇഷ്ടമുണ്ടെന്ന്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്ന കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് 1-2 സ്പൂണ് കൊട്ടയിൽ നിറയുന്നതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമ കൊട്ടയപ്പം റെഡിയായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ പരിപാടി. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഷവർമ കൊട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ മെനക്കെട്ടുള്ള പണിയോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഒരു കൊട്ടയപ്പം ഇട്ടിട്ടില്ല, ഒരു വെറൈറ്റി കൊട്ടയപ്പം, എന്താ പറയുക, ചമ്മന്തിയും അതുപോലെ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള. അത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടും 2 ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അത് ഏതാണ്ട് 1 മില്യൻ്റെ അടുത്ത വ്യൂസൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. ഞാൻ താഴെ പിണ്ട് കമൻ്റായിട്ട് ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ആ ഒരു കൊട്ടയപ്പാണ് ഇഷ്ടം. തൈരും ചമ്മന്തിയൊക്കെ വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ പ്രത്യേകം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷവർമ കൊട്ടയപ്പം ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇട്ടത് നോമ്പിന് തന്നെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊട്ടയപ്പാണ് പേഴ്സണലി കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.